പിണറായി വിജയനെതിരെ വീണ്ടും വി.എസ്. അച്യുതാനന്ദൻ രംഗത്ത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് അച്യുതാനന്ദൻ പിണറായിക്കെതിരെ രംഗത്തെത്തുന്നത്. അച്യുതാനന്ദൻ ഇക്കുറി താരപ്രചാരകനല്ലെന്ന മാധ്യമ വിശേഷണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വി.എസ്. പിണറായിയും കോടിയേരിയും ഉൾപ്പെട്ട നേതാക്കൾക്കെതിരെ രംഗത്തെത്തിയത്. വി.എസ്. പ്രചാരകനല്ലെന്ന് CPM-ഉം പറഞ്ഞു. ഇത്തവണ ഞാൻ താരപ്രചാരകനല്ല എന്നൊരു വാർത്ത പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നാണ് വി.എസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ചില താരങ്ങളുടെ അവസാന കാലഘട്ടം ചുവപ്പു ഭീമനായിട്ടായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഉള്ളിലെരിയുന്ന ചെങ്കനലുകൾ താരങ്ങളെ വളർത്തുന്ന ഘട്ടമാണത്രേ. ഇതിൽ ചുവപ്പു ഭീമൻ ആരാണെന്ന് വി.എസ്. പറയുന്നില്ല. സ്വയം താൻ തന്നെയാണെന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. ഈ തിരഞ്ഞെടുപ്പ് കാലത്തും താൻ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു. ആസുരമായ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണത്. ഫിനാൻസ് മൂലധനത്തിന്റെ തുളച്ചുകയറ്റത്തിനെതിരെ, വികസനത്തിന്റെയും സുസ്ഥിര വികസനത്തിന്റെയും അതിർവരമ്പുകൾ ശോഷിപ്പിക്കുന്നതിനെതിരെ, പരിസ്ഥിതി സന്തുലനം തകർക്കുന്നതിനെതിരെ, ജാതിമത വിഭജനം നടത്തി അതിന്റെ മറവിൽ രാജ്യം ശിഥിലമാക്കുന്നതിനെതിരെ, ദുർബലരെയും പാർശ്വവൽകൃതരെയും ചവിട്ടിയരിക്കുന്നതിനെതിരെ, തൊഴിലാളി കർഷകാധിവർഗൈക്യം ഊട്ടിയുറപ്പിച്ച് സമത്വത്തിനും സാഹോദര്യത്തിനും സാമൂഹ്യ പുരോഗതിക്കും വേണ്ടി ഗോതയിലിറങ്ങേണ്ട സമയമാണിത്. ശത്രു വാതിൽക്കലെത്തി നിൽക്കുമ്പോൾ ഇവിടെ എല്ലാവരും താരപ്രചാരകരാണ്. പ്രചരിപ്പിക്കാനുള്ളത് സംശയാത്മകമായ ആശയങ്ങളാവുമ്പോൾ പ്രത്യേകിച്ചും. ആരാണ് ശത്രു എന്ന് വി.എസ്. പറയുന്നില്ല. വേണമെങ്കിൽ ശത്രുവായി BJP-യെ കാണാവുന്നതാണ്. എന്നാൽ BJP-യേക്കാൾ അച്യുതാനന്ദന് വിരോധം പിണറായിയോടും പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടുമാണ്. ഇക്കുറി ഇടതുപക്ഷത്തിന്റെ പോസ്റ്ററുകളിൽ നിന്നുപോലും വി.എസ്. അച്യുതാനന്ദനെ കൂടിയിറക്കി കഴിഞ്ഞു. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാന് തിരഞ്ഞെടുപ്പിൽ എന്താണ് കാര്യമെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി ചോദിക്കുന്നത്. അച്യുതാനന്ദനെ CPM പ്രചരണങ്ങൾക്ക് പങ്കെടുപ്പിച്ചിട്ടുമില്ല. അച്യുതാനന്ദനെ സംസ്ഥാനതല താരപ്രചരണ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പുറത്തുവിട്ട സർവേയിൽ വി.എസിന്റെ സ്ഥാനം കുമ്മനത്തിനും താഴെയായിരുന്നു. ഇതും മുൻ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നും താൻ പതിയെ അപ്രത്യക്ഷനാകുന്നുവെന്ന യാഥാർത്ഥ്യം വി.എസ്. മനസ്സിലാക്കിയിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലും പോകുന്നതൊഴിച്ചാൽ വി.എസിന് ഒരു റോളുമില്ല. അദ്ദേഹത്തോട് സീതാറാം യെച്ചൂരി ഒഴികെയുള്ള നേതാക്കളാരും സംസാരിക്കാറുമില്ല. പിണറായിയും കോടിയേരിയും പാർട്ടി കമ്മിറ്റികളിൽ മാത്രമാണ് വി.എസിനെ കാണാറുള്ളത്. ഇതിലും അദ്ദേഹം ഏറെ നാളെ അസ്വസ്ഥനാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.